യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജിൻ്റെ ഇൻ്റർനാഷണൽ മീറ്റിംഗിനായി 2025 ഏപ്രിൽ മാസത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറിനോടൊപ്പം 22 അംഗങ്ങൾ ഹോങ്കോങ്ങിൽ എത്തി. മീറ്റിംഗ് 2 ദിവസമായിരുന്നു. അതിനുശേഷം വൈസ് ചാൻസലറിൻ്റെ കൂടെ പോയ MGU3 അംഗങ്ങൾ വിക്ടോറിയ പീക്കിലേക്ക് ട്രാമിനു വേണ്ടി കാത്തുനിൽക്കുകയാണ്. We MGU3 members are waiting for tram to വിക്ടോറിയ പീക്ക്. ഇത് തേർഡ് ഏജിലുള്ള, അതായത് ഞങ്ങൾ ഫസ്റ്റ് ഏജും സെക്കൻഡ് ഏജും പിന്നിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷമുള്ള തേർഡ് ഏജിൽ പെട്ടിട്ടുള്ള അംഗങ്ങളാണ്. ഡീറ്റെയിലിംഗ് ക്ഷമിക്കുമല്ലോ. സിനിമയിൽ പിക്കാസോ എന്ന് പറഞ്ഞു അവിടെ ഒരു മലയാളി ഫാമിലി നിൽക്കുന്ന കണ്ട എറണാകുളത്തേക്ക് കണ്ടോ മഞ്ഞു കൊടുക്കില്ല. നമ്മളെ ഒരിക്കലും നമ്മുടെ ടീമിൽ നിന്ന് സ്പ്ലിറ്റ് ആയി പോരട്ടാ. കാരണം ഇവിടെ ഇംഗ്ലീഷ് അല്ല, ചൈനയാണ് മെയിൻ. ഇവർക്ക് ഇംഗ്ലീഷ് വളരെ കുറവ് അറിയുള്ളൂ. ചൈനീസിലാണ് ഇവിടെ കൂടുതൽ പ്രാതിനിധ്യം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ടീമിൻ്റെ ഇപ്പം എപ്പോഴും സെറ്റ് ബാക്ക് MGU3 എന്താണെന്നറിയാൻ ചിലർക്കെങ്കിലും താല്പര്യമുണ്ടായിരിക്കും. 55 വയസ്സിന് മുകളിലുള്ള സംഘം ലൈഫ് ലോങ് ലേണിംഗ് ഇഷ്ടപ്പെടുന്നവർ, സാമൂഹിക ജീവിതം ആസ്വദിക്കുന്നവർ, സമൂഹത്തിനു വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള, മാറ്റം ആരംഭിക്കേണ്ടത് അവനവനിൽ നിന്ന് തന്നെയാണെന്ന് വിശ്വസിക്കുന്നവരുടെ സംഘം, ഒരു അതീത ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നവർ, ജീവിതത്തിലെ പാഠങ്ങൾ, അനുഭവങ്ങൾ എന്നിവ ആസ്വദിക്കുന്നവർ, പരസ്പര ബഹുമാനം പഠിക്കുന്നവർ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സമൂഹത്തിലേക്ക്, ഒരു സർവകലാശാല ജനങ്ങളിലേക്ക്. അതാണ് MGU3. വിക്ടോറിയ പീക്കിലേക്ക് ട്രാമിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ഹോങ്കോങ് സിറ്റിയുടെ ഒരു ഓവറോൾ വ്യൂ കാണാവുന്നതാണ്. അതാണ് ഈ യാത്രയെ വ്യത്യസ്തമാക്കുന്നത്. ഞങ്ങളുടെ യാത്ര അവിടെയുള്ള വാക്സ് മ്യൂസിയം സന്ദർശിക്കാനാണ്. ഇന്റർനാഷണലി അറിയപ്പെടുന്ന എല്ലാവരുടെയും വാക്സ് പ്രതിമകൾ അവിടെ ഉണ്ടായിരുന്നു. ചിലർ തങ്ങളുടെ ഇഷ്ടതാരങ്ങളോടൊപ്പം ഫോട്ടോസ് പോസ്റ്റ് ചെയ്തു. ചിലർ ചുവടുകൾ വെച്ചു. മറ്റു ചിലർ ഫുട്ബോൾ കളിച്ചു. മെസ്സിയോടൊപ്പം കളിക്കാനുള്ള ഒരു അവസരവും ആരും വിട്ടുകളഞ്ഞില്ല. ഞങ്ങൾ ചെറിയ കുട്ടികളായി മാറി. Some of us took photos with our stars. Some of us even played football with them. ചിലർ ക്യാമറയിൽ അപൂർവ നിമിഷങ്ങൾ ഒപ്പിയെടുക്കാനുള്ള തിരക്കിലായിരുന്നു. മറ്റു ചിലരാകട്ടെ മറ്റു പല പോസിലുള്ള ഫോട്ടോകളും എടുക്കാനുള്ള തിരക്കിലുമായിരുന്നു. അയാളെ കടിച്ചു മാറ്റിയോ? മൈക്കിൾ ജാക്സന്റെ ഒപ്പം ചിലർ ചുവടുകൾ വെച്ചു. ഒരു മായാലോകത്ത് എത്തിപ്പെട്ട വിസ്മയം നിറഞ്ഞ മുഖങ്ങളായിരുന്നു എല്ലാവർക്കും. എല്ലാവരും
ഈ വാക്സ് മ്യൂസിയം ശരിക്കും ആസ്വദിച്ചു. എലിസബത്ത് രാജ്ഞിയോടൊപ്പവും നരേന്ദ്രമോദിയോടൊപ്പവും പോസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. പ്രഭാവതി ടീച്ചർ ഇഷ്ടതാരത്തോടൊപ്പം പോസ്റ്റ് ചെയ്തപ്പോൾ കൊച്ചുകുട്ടിയെപ്പോലെ കാണപ്പെട്ടു. ഇഷ്ടതാരത്തോടൊപ്പം ഇരുന്ന് ചായ കുടിക്കാനുള്ളൊരവസരം നമ്മുടെ സദീരയ്ക്ക് ലഭിച്ചു. ആ സമയം ഒട്ടും പാഴാക്കിയില്ല. സൂപ്പർ ഹീറോ ആരോ ആണ്. ബ്രൂസ്ലിയോടൊപ്പം പോസ്റ്റ് ചെയ്യാൻ ഉള്ള ഒരവസരം ഞാനും നഷ്ടപ്പെടുത്തിയില്ല. എവിടെ നിന്നും വലിയ പോസിറ്റീവ് എനർജികളാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ ഞങ്ങളിൽ വലിയ സന്തോഷം. നിക്സനും രാജ്മോഹനും മൈക്കിൾ ജാക്സനോടൊപ്പം ഡാൻസ് ചെയ്തു. വാക്സ് മ്യൂസിയത്തിൻ്റെ അവസാനം അതിൻ്റെ സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുകയായിരുന്നു. എങ്ങനെയാണ് ഓരോ വ്യക്തികളുടെയും വാക്സ് പ്രതിമകൾ ഉണ്ടാക്കുക എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടു. ഓരോരുത്തരുടെയും ഉള്ളിൽ അവരവരുടെ വാക്സ് പ്രതിമകൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ടാലോ എന്ന് ഒരു ചിന്തയും കടന്നു വരാതില്ലാതില്ല. തേർഡ് ഏജിലും ഞങ്ങൾ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഞങ്ങൾ പാടുവാൻ വന്ന പാട്ട് ഇനിയും പാടിയിട്ടില്ല എന്നാണ് ഓരോരുത്തരും ഉറച്ചു വിശ്വസിക്കുന്നത്. അവർ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. ഉള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം കൂട്ടുകാരെ. താങ്ക് യു. ഈ യാത്രയിലുള്ള ഒരു പ്രത്യേകത ഞാൻ അനുഭവിച്ചത്, ഓരോ ഗൈഡിനും അവരുടേതായിട്ടുള്ള ഒരു കൊടി കയ്യിൽ പൊക്കി പിടിച്ചിരുന്നു. ഒരു പച്ച കൊടി പിടിച്ചാണ് ഞങ്ങളുടെ ഗൈഡായിട്ടുള്ള പീത്ത നിന്നിരുന്നത്. അതുപോലെ പലരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കുമ്പോൾ നിലത്തേക്ക് ഫോട്ടോ വീഴരുത് കേട്ടോ. ഇതിങ്ങനെ വലുതായിട്ടൊക്കെ കാണിക്കാം. കണ്ടാ നമ്മുടെ നാട്ടിൻ്റെ നിന്ന് വ്യത്യസ്തമായി വലിയ കോൺക്രീറ്റ് കാടുകൾ എന്നെ അത്ഭുതപ്പെടുത്തി. കോൺക്രീറ്റ് കാടുകൾ. ഊട്ടിപ്പൂവ് എന്നറിയപ്പെടുന്ന ഒരു പൂവിൻ്റെ വലിയ രൂപം ഇവിടെ കണ്ടെത്തി. ഊട്ടിയിൽ ഇത് വളരെ ചെറുതായിരുന്നു. പക്ഷേ ഹോങ്കോങ്ങിൽ ഈ പൂവിന് പോലും വലിയ ഭംഗിയുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഹൈഡ്രാഞ്ചിയ വലിപ്പമുള്ള പൂക്കളായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ പെറ്റൂണിയ, ഡെയ്സി, ആന്തൂറിയം എല്ലാം വലിയ വലുപ്പത്തിലും തിളക്കത്തിലും ഭംഗിയിലും കാണപ്പെട്ടു. ഹൈഡ്രാഞ്ചിയാണ്
എന്നെ ഏറ്റവും ആകർഷിച്ചത്. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ലൈറ്റ് ഷോ കാണാനായിട്ടായിരുന്നു. ലൈറ്റ് ഷോ കാണാനായി പോകുമ്പോൾ ഞങ്ങൾക്ക് ഗൈഡ് അവിടുത്തെ ചൈനയുടെ ചരിത്രം പറഞ്ഞു തന്നു. FWD ഹൗസ് 1881 എന്ന് പറയുന്ന ഒരു ഹൗസ് അവിടെ കണ്ടു. അത് തിസിം ഷാ ത്വയ് എന്ന് പറയുന്ന സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്തിരുന്നത്. അത് പണ്ട് ഒരു മറൈൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു. ഇപ്പോൾ അതൊരു ഹോട്ടലായി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ലൈനായി കാരണം വേറെ ഗൈഡും വേറെ ടീമും നമ്മൾ ലൈനായി സിംഗിൾ ലൈൻ സിംഗിൾ ലൈൻ. The railway station. And the railway station was opened in 1911, but the operation is 1913. 2 years delay. Why? Why 2 years delay? Because from 1911 to 1913, in China we have a revolution. After Sun Yat-sen overthrew the Qing dynasty. You know, before 1911, we have a Qing dynasty. We have our emperor, our king. But in 1911, Dr. Sun Yat-sen, he led the revolution and overthrew Qing dynasty to establish Republic of China. And now today, China we call People's Republic of China and not Republic of China. Why? Because in 1949, Mao Zedong, he overthrew the Republic of China. Republic of China, now we still have a small government in Taiwan. So in Taiwan, they say they are called Republic of China. But mainland China, we call People's Republic of China. It's different. Understand? Okay. And now, People's Republic of China, he want to unite the union and take back Taiwan. And Taiwan now, with the help of the United States, they want to be independent. But I think Xi Jinping, our chairman Xi Jinping, will not allow it. Will not allow. Because Taiwan is a part of China, okay? Cannot be isolated from mainland China, okay? So this is now, before this is the railway station. And now, in 1982, we moved the railway station to Hong Kong. We moved it. But we still keep the clock tower as our heritage for the memory, okay? Okay, now, 8 o'clock. 8 o'clock, we have the Symphony of Night here, and there will be some laser show from Hong Kong side going to the sky, but I don't expect too much. പേത്ത ഞങ്ങളോട് റെയിൽവേ സ്റ്റേഷനെ കുറിച്ചും 1911 ഉണ്ടായ ചൈനീസ് റവല്യൂഷനെ കുറിച്ചും പറഞ്ഞു തന്നു. ഒരു റവല്യൂഷൻ എംപററുടെ ഡൈനാസ്റ്റിയെ ഓവർത്രോ ചെയ്ത് റിപ്പബ്ലിക് ചൈന ഉണ്ടാക്കി. പക്ഷേ ഇപ്പോൾ ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് ചൈനയാണ്. ഈ റിപ്പബ്ലിക് ചൈന ഇപ്പോൾ തൈവാനിലാണുള്ളത്. തൈവാൻ സ്വതന്ത്ര രാജ്യമാകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അവരുടെ ചെയർമാനായിട്ടുള്ള പിങ് ഇത് അനുവദിക്കുകയില്ല. കാരണം തൈവാൻ ചൈനയുടെ ഒരു ഭാഗം